ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് സർക്കുലേറ്ററി സിസ്റ്റമാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഹാർട്ട് എന്താണെന്ന് നോക്കാം. ഹാർട്ട് എന്ന് പറഞ്ഞ ഒരു ഹോളോ മസ്കുലർ ഓർഗനാണ്. അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? സെൻട്രൽ പമ്പ് ഓഫ് ദി സർക്കുലേറ്ററി സിസ്റ്റം. മെയിൻ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ്ലി ബ്ലഡ് സപ്ലൈ ചെയ്യാം, ഓക്സിജനും ന്യൂട്രിയൻസും എവിടേക്ക്? ബോഡി ടിഷ്യൂയിലേക്ക്. അത് മാത്രമല്ല, ഈ ബ്ലഡിലെ കാർബൺ ഡൈ ഓക്സൈഡിനെയും വേസ്റ്റിനെയും റിമൂവ് ചെയ്യാനായിട്ട് ഹാർട്ട് സഹായിക്കുന്നു. ഇനി നമുക്ക് ഹാർട്ടിൻ്റെ ലൊക്കേഷൻ പഠിക്കാം. ലൊക്കേഷൻ ആൻഡ് സൈസ്. ഹാർട്ട് ലൊക്കേറ്റ് ചെയ്യുന്നത് മീഡിയസ്റ്റിനത്തിലാണ്, ബിറ്റ്വീൻ ദി ലങ്സ്. ആൻഡ് അപ്പക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5th ഇൻ്റർകോസ്റ്റൽ സ്പേസിലാണ്. ഈ മീഡിയസ്റ്റീൻ എന്താണെന്ന് മനസ്സിലായോ? മീഡിയസ്റ്റീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ കമ്പാർട്ട്മെൻറ്റ് ഓഫ് ദി തൊറാസിക് ക്യാവിറ്റിയിലാണ് നമ്മൾ മീഡിയസ്റ്റീൻ എന്ന് പറയുന്നത്, അതായത് സെൻറ്റർ ഓഫ് ദി ചെസ്റ്റ്. പിന്നെ ഒരു വ്യക്തിയുടെ ഹാർട്ടിൻ്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈ മുഷ്ടി ചുറ്റി പിടിച്ച് കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും? അത്രയായിരിക്കും ഒരാളുടെ ഹാർട്ടിൻ്റെ സൈസ്. പിന്നെ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 250 and 300 gram. അടുത്തത് നമുക്ക് കവറിങ് ഓഫ് ഹാർട്ട് എന്താണെന്ന് നോക്കാം. അതിൽ ഫൈബ്രസ് പെരികാർഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ടർ ടഫ് ലെയറിനെയാണ് നമ്മൾ ഫൈബ്രസ് പെരികാർഡിയം എന്ന് പറയുന്നത്. ഇതെന്താണ്? പ്രിവെൻറ്റ് ദി ഓവർ ഡിസ്റ്റൻഷൻ ഓഫ് ദി ഹാർട്ട്. ഓവർ ഡിസ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, അധികമായിട്ട് വീർത്ത് പോവുക, അതിനൊക്കെയാണ് നമ്മൾ ഓവർ ഡിസ്റ്റൻഷൻ എന്ന് പറയുന്നത്. അത് തടയണേനൊക്കെ ആരാണ്? ഫൈബ്രസ് പെരികാർഡിയാണ്. രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ സിറസ് പെരികാർഡിയാണ്. ഇതൊരു പാരൈറ്റൽ ലെയറാണ്. പിന്നെ ഇതിനെ നമ്മൾ എപ്പികാർഡിയം, ഒരു വിസറൽ ലെയർ എന്ന് പറയും. പിന്നെ ഈ സ്പേസ് ബിറ്റ്വീൻ ദി ലെയേഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് പെരികാർഡിയൽ ക്യാവിറ്റി. ആ പെരികാർഡിയൽ ക്യാവിറ്റി 10 തൊട്ട് 20 ml ഫ്ലൂയിഡ് ആയിരിക്കും ഉണ്ടാവുക. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ലെയേഴ്സ് ഓഫ് ഹാർട്ടാണ്, ഹാർട്ട് വാൾ. അപ്പോൾ നമുക്കറിയാം ഏതൊക്കെയായിരിക്കും? എപ്പികാർഡിയം, മയോകാർഡിയം ആൻഡ് എൻഡോകാർഡിയം. ഇതിൽ എപ്പികാർഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ടർ ലെയർ ആയിരിക്കും. മയോകാർഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും തിക്കസ്റ്റ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള കൺട്രാക്ഷനുള്ള ലെയറാണ്. അടുത്തെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻഡോകാർഡിയമാണ് ഇന്നർ ലൈനിങ്. ഇത്രയാണ് നമ്മളിന്ന് ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. നാളെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചേമ്പേഴ്സ് ഓഫ് ദി ഹാർട്ടും ബ്ലഡ് സപ്ലൈയും പഠിക്കാം. ഓക്കേ.